നമസ്കാരം പ്രിയമുള്ളവരെ. പശ്ചിമേഷ്യയിലെ സംഭവവികാസങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്തെന്ന് വെച്ചാൽ ഹൂതികൾ ഇറാനോടൊപ്പം യുദ്ധത്തിൽ പങ്കുചേരുന്നു എന്നതാണ്. ടെലവീവിലേക്കും ഇസ്രായേലിന്റെ മറ്റു പ്രദേശങ്ങളിലേക്കും ഹൂതികളുടെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടായി എന്ന് ഈ അവസരത്തിൽ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഹൂതികളുടെ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഫലസ്തീനെ പോലെ തന്നെ ഇറാനും തങ്ങളുടെ സഹോദര രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ അവരോടൊപ്പം ചേർന്ന് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുമെന്ന് ഹൂതികളുടെ ഭാഗത്ത് നിന്ന് പ്രഖ്യാപനമുണ്ടായിരിക്കുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇസ്രായേലുടനീളം ഭീതിയുടെ അന്തരീക്ഷമാണെന്ന് ഇസ്രായേലി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റു ചില റിപ്പോർട്ടുകൾ എന്തെന്ന് വെച്ചാൽ അമേരിക്കയോ അതുപോലെ പാശ്ചാത്യ രാജ്യങ്ങളോ ഇസ്രായേലിനെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കുന്ന പക്ഷം ഹോർമൂസ് കടലെടുക്ക് ഇറാൻ യുദ്ധതന്ത്രമാക്കി മാറ്റുമോ എന്ന ഭീതിയിലാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അമേരിക്കയും എന്നാണ്. നേരത്തെ റഷ്യയുടെ ഭാഗത്തു നിന്ന് ഒരു ആരോപണം ഉണ്ടായിരുന്നു. ഇറാൻ ആദ്യത്തെ പ്രാവശ്യം ആക്രമണം നടത്തുന്ന സമയത്ത്, അതായത് ഇറാന്റെ ആണവ ശാസ്ത്രകാരന്മാരെയും സൈനിക മേധാവികളെയും ഒക്കെ ഇസ്രായേൽ വധിക്കുന്ന സമയത്ത് ബ്രിട്ടന്റെ ഒരു ഇന്റലിജൻസ് സഹായം ഇസ്രായേലിന് കിട്ടിയിട്ടുള്ളതായി റഷ്യ ആരോപിച്ചിരുന്നു. പക്ഷേ ബ്രിട്ടൻ അത് നിഷേധിക്കുകയായിരുന്നു. ഒപ്പം ഇസ്രായേലിലേക്ക് ഇറാൻ ആക്രമണം നടത്തുന്ന സമയത്ത് ആ പ്രദേശത്ത് നങ്കൂരമിട്ടിരുന്ന ചില ബ്രിട്ടീഷ് കപ്പലുകളിൽ നിന്ന് ഇറാന്റെ മിസൈലുകൾ ഇസ്രായേൽ പതിക്കുന്നത് തടയുവാൻ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗപ്പെടുത്തുവാനുള്ള ചില ശ്രമങ്ങൾ ഉണ്ടായി എന്ന രീതിയിലും അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിനെതിരെ ഇറാന്റെ പ്രതികരണം ഉണ്ടാകുകയാണ്. ഇസ്രായേലിനെതിരെ തങ്ങളുടെ ഏതെങ്കിലും ആക്രമണത്തെ തടയുവാൻ ഏതെങ്കിലും രാജ്യങ്ങൾ ശ്രമിച്ചുവാൽ ഹോർമൂസ് കടലെടുക്ക് വഴിയുള്ള അവരുടെ വ്യാപാര ബന്ധങ്ങൾ തടയുമെന്നാണ്. അതായത് ഹോർമൂസ് കടലെടുക്ക് വഴിയാണ് ലോകത്തെ മിക്ക രാജ്യങ്ങളിലേക്കും ക്രൂഡ് ഓയിൽ പോകുന്നത്. പ്രത്യേകിച്ചും അമേരിക്കയിലേക്കും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും പോകുന്ന ക്രൂഡ് ഓയിലിന്റെ 60-70% ഈ ഹോർമൂസ് കടലെടുക്കിലേക്കാണ് പോകുന്നത്. ആ കടലെടുക്കിനോടനുബന്ധിച്ച ദ്വീപുകളിലൊക്കെ ഇറാന്റെ വലിയ സൈനിക സാന്നിധ്യമുണ്ട്. അവർ ഈ അടുത്ത ദിവസങ്ങളിൽ അവരുടെ മിസൈലുകളും അതുപോലെ യുദ്ധോപകരണങ്ങളും ഒക്കെ ആ കടലെടുക്കളുടെ അടുത്തുള്ള ദ്വീപുകളിലേക്ക് മാറ്റിയിരുന്നു. ഇപ്പോൾ ഇറാന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുകയാണ്. ഏതെങ്കിലും കാരണവശാൽ ഇസ്രായേലിനെതിരെയുള്ള തങ്ങളുടെ ആക്രമണം അതിനെ പ്രതിരോധിക്കുന്ന വിധത്തിലെങ്കിലും സഹായിച്ചാൽ, നേരത്തെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നത് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ഇസ്രായേലിനോടൊപ്പം ചേർന്ന് ഇറാനെ ആക്രമിക്കില്ല. പക്ഷേ ഒരുപക്ഷെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്ന പക്ഷം ഇസ്രായേലിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കി ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമെന്നാണ്. പക്ഷേ ഇറാന്റെ ഇപ്പോഴത്തെ പ്രഖ്യാപനം ഉണ്ടാകുന്നത് ഏതെങ്കിലും രീതിയിൽ പരോക്ഷമായോ പ്രത്യക്ഷമായോ ഇസ്രായേലിനെ സഹായിക്കുന്ന രീതിയിലേക്ക് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോ അമേരിക്കയോ പോകുന്ന പക്ഷം ഹോർമൂസ് കടലെടുക്ക് ഉപരോധിക്കും, ആ രാജ്യങ്ങളുടെ കപ്പലുകൾ ആ പ്രദേശങ്ങൾ ആക്രമിക്കപ്പെടുമെന്ന രീതിയിലേക്ക് ഇറാന്റെ പ്രഖ്യാപനം വരുന്നു. അത് ആ മേഖലയിൽ കൂടുതൽ സംഘർഷപൂരിതമാക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങണം. മറ്റു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ജയ് ഹിന്ദ്.